بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ നാം വായിക്കുന്ന അടുത്ത ബാബ് ബാബുൻ മൻ സബ്ബ ദഹ്റ ഫഖദ് ആദാ അല്ലാഹ. ആരാണോ ദഹ്റിനെ, കാലത്തെ ചീത്ത വിളിക്കുന്നത്, അവൻ അള്ളാഹുവിൻ്റെ മേലെ ന്യൂനത ആരോപിക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇകഴ്ത്തി പറയുകയാണ് എന്ന ബാബാണ്. ഇപ്പോൾ കാലം എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സമയം എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അവൻ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് സമയം എന്നുള്ളത്. അപ്പോൾ ആ കാലം അല്ലെങ്കിൽ സമയം, അത് ദിവസമാവട്ടെ, മണിക്കൂറുകളാവട്ടെ, മാസങ്ങളാവട്ടെ, വർഷങ്ങളാവട്ടെ, ഇതൊക്കെ സമയമാണ് ഓരോ പേരിൽ അറിയപ്പെടുന്നത്. അതിനെ ചീത്ത വിളിക്കുക, അതിനെ ചീത്ത പറയുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലം കാരണത്താലാണ് ഇതിങ്ങനെ സംഭവിച്ചത്, ഈ ഒരു ദിവസം കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്, ഈ ഒരു സമയം കാരണത്താലാണ് ഇങ്ങനെ ഉണ്ടായത്, ആ കാലത്തെ ഒരു കാരണമായിക്കൊണ്ട്, കാരണം അല്ല അതാണ് പ്രവർത്തിക്കുന്നത് എന്ന നിലക്ക്, അത് ഫായിലാണ് എന്ന നിലക്ക് പറയുന്ന വാക്ക്, അതാണ് ചീത്ത വിളിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ പറയുക എന്നുള്ളത് ശരിക്ക് അള്ളാഹുവിൻ്റെ മേലെ ന്യൂനത പറയുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അതുപോലെ ആരോപിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. ഈ ബാബിൽ ആദ്യം കൊടുത്തിട്ടുള്ള ആയത്ത് ഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക്, വഖാലു മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ലാ അദ്ദഹർ. സൂറത്തുൽ ജാസിയയിലെ 24-ാമത്തെ ആയത്താണ്. അതിന്റെ ബാക്കി വമാ ലഹും ബിദാലിക മിൻ ഇൽം ഇൻഹും ഇല്ലാ യദുന്നൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഖാലു, അവർ പറയുന്നു എന്ന് പറഞ്ഞാൽ ബഅസിനെ നിഷേധിക്കുന്ന, പുനരുദ്ധാനത്തെ, മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ രക്ഷയും ശിക്ഷയും ഉണ്ട്, അഥവാ സ്വർഗവും നരകവും ഉണ്ട് എന്നുള്ളതിനെ എല്ലാം നിഷേധിക്കുന്ന, പുനരുദ്ധാനത്തെ തന്നെ നിഷേധിക്കുന്ന ആളുകൾ അവർ പറയുന്നൊരു വാക്കാണ് മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ. ഇത് ദുനിയാവിലെ ഒരു ജീവിതം മാത്രമാണ്, ദുനിയാവിൽ തീർന്നു പോകുന്ന ഒരു ജീവിതം മാത്രമാണ്. ചില ആളുകൾ ജനിക്കുന്നു, നാം മരിക്കുന്നു, ചില ആളുകൾ ജനിക്കുന്നു, അതുപോലെ തന്നെ മരിക്കുന്നു, പിന്നീട് വേറെ ആളുകൾ വരുന്നു, അങ്ങനെ കാലം കൊണ്ട് കടന്നു പോകുന്ന ഒരു കാര്യം മാത്രമാണത്. വമാ യുഹ്ലികുനാ ഇല്ലാ അദ്ദഹ്റു. കാലം മാത്രമാണ് നമ്മെ മരിപ്പിക്കുന്നത്, നമ്മെ ഇല്ലാതാക്കുന്നത് എന്ന് പറയാം. കാലമാണ്, സമയമാണ്, ഇനി അതിനൊന്നുകൂടി പറഞ്ഞാൽ പ്രകൃതിയാണ് എന്നൊക്കെ ആളുകൾ പറയും. അങ്ങനെ കാലമാണ്, സമയമാണ് നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്നതും അതുപോലെ തന്നെ അത് കഴിഞ്ഞു പോകുന്നതും. ആയത്തിന്റെ ബാക്കിയിൽ കാണാം, അല്ലാഹു തആല പറയുന്നു, വമാ ലഹും ബിദാലിക മിൻ ഇൽം. അതിനെക്കുറിച്ച് ഒരറിവും അവർക്കില്ല, അറിവിന്റെ അടിസ്ഥാനത്തിലല്ല അവർ പറയുന്നത്. ഇൻഹും ഇല്ലാ യദുന്നൂൻ. അവരുടെ ഊഹം മാത്രമാണത് എന്ന് അല്ലാഹു തആല പറയാണ്. അപ്പോൾ ഈ പുനരുദ്ധാനത്തെ നിഷേധിക്കുക എന്നുള്ളത് കുഫ്റാണ്. പരലോകത്തിലുള്ള വിശ്വാസം ഈമാനിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. അങ്ങനെ പുനരുദ്ധാനത്തിനെ നിഷേധിക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ പറയുന്ന കാര്യം, കാലം കഴിഞ്ഞു പോകുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം തീർന്നു പോകുന്നു എന്നല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. അത് നമ്മുടെ ജീവിതം കൊണ്ട് വേറെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, ഒരു പുനരുദ്ധാനമോ വിചാരണയോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അവർ പറയാറുണ്ട്. അപ്പൊ അവർ അവിടെ കാരണമായി പറയുന്നത് അവർ കാലത്തെയാണ്. കാലമാണ് ഇതിനുള്ള കാരണം, കാലമാണ് നമ്മെ നശിപ്പിക്കുന്നത്, ആ സമയം കൊണ്ടാണ് നമ്മൾ നശിച്ചു പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ആയത്തിൽ നിന്ന് ഇതിവിടെ കിതാബ് തൗഹീദിൽ കൊടുക്കാനുള്ള കാരണം, കാലത്തെ ചീത്ത വിളിക്കുക എന്നുള്ളത്
ഷിർക്കുമായി ബന്ധപ്പെട്ടത് ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഅന്ന സാബദ്ദഹരി ഇദാ ഇഅ്തഖദ അന്നഹു ഫാഇലുൻ മഅല്ലാഹ് ഫഹുവ മുശ്രിക്കുൻ. കാലത്തെ ചീത്ത വിളിക്കുന്ന ഒരാൾ കാലത്തെ ചീത്ത വിളിക്കുകയാണ്, ആ കാലം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, ഇന്ന ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അങ്ങനെ പറയുകയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അള്ളാഹുവിനോടൊപ്പം ആ കാലത്തെ പ്രവർത്തിക്കുന്നതിൽ, എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുന്നതിൽ, എന്തെങ്കിലും ഗുണമോ അല്ലെങ്കിൽ ദോഷമോ വരുത്തുന്നതിലോ രക്ഷപ്പെടുത്തുന്നതിലോ എല്ലാം കാലത്തിന് ഒരു പണിയുണ്ട്, കാലം ഒരു പണി എടുക്കുന്നുണ്ട് എന്നുള്ള നിലക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുണ്ട്. അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഫായിലിനെ, മറ്റൊരു പ്രവർത്തിക്കുന്നവനെ കൂടി വെച്ചിട്ട് പങ്കു ചേർക്കുന്നത് കൊണ്ടാണ് ഇതിവിടെ കൊടുക്കാൻ, ഈ ബാബ് കിതാബ് തൗഹീദിൽ പ്രത്യേകം കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് പുനരുദ്ധാനത്തെ നിഷേധിക്കുന്ന ആളുകൾ അവർ കാലമാണ് അതിനുള്ള കാരണം, അല്ലെങ്കിൽ മരിപ്പിക്കുന്നതും അത് കഴിഞ്ഞു പോകുന്നതെല്ലാം കാലത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നതാണ് എന്നവർ പറയാറുണ്ട്. അടുത്ത ഈ ബാബിലെ ഒരു ഹദീസാണ്, ഒന്നുകൂടിയും ഈ ബാബിന്റെ ആശയത്തെ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഹദീസാണ്. വഫി സഹീഹി അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു, സഹീഹ് ബുഖാരിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഖാല അല്ലാഹു തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഥവാ ഖുദ്സിയായ ഹദീസാണ്. യുദീനി ഇബ്നു ആദം, മനുഷ്യനതാ, ആദം സന്തതി അതാ എന്നെ ആക്ഷേപിക്കുന്നു, ആരോപിക്കുന്നു. യുദീനി എന്ന് പറഞ്ഞാൽ യതനഖസുനി, എന്നിൽ ന്യൂനത ആരോപിക്കുന്നു. യസുബ്ബുദ്ദഹ്റ, എന്നിട്ട് അല്ലാഹു തആല പറയാണ്, അവൻ കാലത്തെ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ സമയത്തെ ചീത്ത വിളിക്കുന്നു. വഅനദ്ദഹ്റു, ഞാനാണ് കാലം എന്നുള്ളത്, ഞാനാണ് കാലം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉഖല്ലിബുൽ ലൈല വന്നഹാറ, അല്ലാഹു പറയാണ്, ഞാനാണ് രാവിനെയും പകലിനെയും മാറ്റി മാറ്റി കൊണ്ടുവരുന്നത്. അള്ളാഹുവിന്റെ കയ്യിലാണ് അതിന് നിയന്ത്രണം. ഒരു മനുഷ്യനും അവന്റെ തീരുമാനം അനുസരിച്ച് എത്ര വലിയ ആധിപത്യമുള്ളവനാവട്ടെ, എത്ര വലിയ സമ്പത്തുള്ളവനാവട്ടെ, എത്ര വലിയ അധികാരമുള്ളവനാവട്ടെ, ഒരിക്കലും അവന് രാത്രി ഇന്ന സമയത്താകണം, പകൽ ഇന്ന സമയത്താകണം എന്ന് തീരുമാനിക്കാനുള്ള യാതൊരു അവകാശവുമില്ല, അവന് സാധിക്കില്ല. വേറെ റിവായത്തിൽ വഫി റിവായത്തിൻ ലാ തസുബ്ബുദ്ദഹ്റ, കാലത്തെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നല്ലാഹ ഹുവദ്ദഹ്റു, കാരണം അള്ളാഹുവാണ് അദ്ദഹർ, അഥവാ അള്ളാഹുവിന്റെ നാമമായിട്ടല്ല, അള്ളാഹുവിന്റെ നാമമല്ല ദഹർ, പക്ഷേ അള്ളാഹുവാണ് അതിന്റെ നിയന്ത്രണം, അതിന്റെ പൂർണ്ണമായ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അപ്പൊ ഒരിക്കലും കാലത്തെ ചീത്ത വിളിക്കരുത്. കാലത്തെ ചീത്ത വിളിക്കുക എന്നുള്ളത്, അതായത് കാലത്തെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന ആ സമയം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്ന ആ ഒരു വർഷമായതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, അല്ലെങ്കിൽ ഇന്ന മാസമായതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന നിലക്ക് ആ കാലം അതിനൊരു സ്വാധീനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് എന്ന നിലക്ക് പറയുന്നതാണ് ഇവിടെ കാലത്തെ ചീത്ത വിളിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എന്താണ് അങ്ങനെ വിളിക്കരുത് എന്ന് പറയാനുള്ള കാരണം? അത് അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നത് പോലെയാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം ഓരോ ദിവസമാവട്ടെ, ഓരോ മണിക്കൂറാവട്ടെ, ഓരോ മിനിറ്റ് ആവട്ടെ, ഒരു സെക്കൻഡ് ആവട്ടെ, അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരവും അള്ളാഹു കൃത്യമായി നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലും മാത്രമാണ് അത് മാറി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിനെ പറയുന്നതിന് തുല്യമാണ്. അത് അള്ളാഹുവിനോടൊപ്പം കാലത്തെ പങ്കുചേർക്കുന്ന ശിർക്കിന്റെ ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഈ ആയത്തും ഹദീസുമാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ബാബിന്റെ ഷറഹിൽ നമ്മൾ വായിക്കാറുള്ള ഇമാം സഅദി റഹിമഹുള്ളയുടെ അൽ ഖൗലു സദീദ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ള ഭാഗം വായിക്കാം. ബാബു മൻ സബ്ബ ദഹ്റ ഫഖദ് സബ്ബല്ലാഹ് ഫഖദ് ആദാ അല്ലാഹ് എന്നാണ് ഇതിൽ സബ്ബല്ലാഹ് എന്നാണ് ഇമാം സഅദി റഹിമഹുള്ള കൊടുത്തത്. ഇമാം സഅദി റഹിമഹുള്ള പറയുന്നു, വഹാദാ വാഖിഉൻ കസീറൻ ഫിൽ ജാഹിലിയ്യ, ഈ ഒരു സംഭവം, അതായത് കാലത്തെ ചീത്ത വിളിക്കുക എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിൽ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. വതബിഅഹും അലാ ഹാദാ കസീറുൻ മിനൽ ഫുസാഖി വൽ മുജ്ജാനി വൽ ഹംഖാ, ആ ഒരു കാര്യത്തെ, ആ ഒരു രീതിയെ, കാലത്തെ ചീത്ത വിളിക്കുക എന്നുള്ളത് തെമ്മാടികളായിട്ടുള്ള, ബുദ്ധിയില്ലാത്ത, വിഡ്ഢികളായിട്ടുള്ള ആളുകളെല്ലാം അതിനെ തുടർന്ന് വരാറുണ്ട്, അതുപോലെ തന്നെ പറഞ്ഞു വരാറുണ്ട്. ഇദാ ജറത് തസാരിഫു ദഹ്രി അലാ ഖിലാഫി മുറാദിഹിം, എപ്പോഴാണ് അവർ പറയാറുള്ളത്?
കാലത്തിന്റെ ഓരോ സമയത്ത് കാലം മാറുന്ന അനുസരിച്ച് അവരുദ്ദേശിക്കാത്ത രീതിയിൽ അവരാഗ്രഹിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ അവർക്ക് സംഭവിക്കുമ്പോൾ ജഅലു യസുബ്ബൂന ദഹ്റ വൽ വഖ്ത, അവരാ കാലത്തിനെയും അവരാ സമയത്തെയും ചീത്ത വിളിക്കാൻ തുടങ്ങും. അവരാ കാലത്തെയും ആ സമയത്തെയും ചീത്ത പറയാൻ തുടങ്ങും. വറുബ്ബമാല അനൂഹ്, ചിലപ്പോൾ അതിനെ ശപിക്കുക തന്നെ ചെയ്യും. ഇന്ന സമയമായതുകൊണ്ടാണ്, ഇന്ന കാലമായതുകൊണ്ടാണ് എന്നുള്ള പറഞ്ഞ് അതിനെ ശപിക്കുക തന്നെ ചെയ്യും. വഹാദാ നാശിഉ മിൻ ضعف الدين ومن الحمق والجهل والجهل العظيم. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ദീനിന്റെ കുറവ് കൊണ്ടാണ് അവൻ ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ അവന്റെ വിഡ്ഢിത്തം കൊണ്ടും അവന്റെ അറിവില്ലായ്മ കൊണ്ടുമാണത്. ഫൈന്ന ദഹ്റ ലൈസ ഇൻദഹു മിനൽ അംരി ഷൈഉൻ, കാരണം കാലത്തിന് കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. ഒരു കാര്യം നല്ലതാക്കാനോ ദോഷമാക്കാനോ ഒന്നും സമയത്തിനോ കാലത്തിനോ അതിൽ ഒരു പണിയുമില്ല. ഫൈന്നഹു മുദബ്ബറുൻ മുസറഫുൻ, അത് നിയന്ത്രണ വിധേയമാക്കപ്പെട്ടിട്ടുള്ള മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ട അള്ളാഹുവിന്റെ കീഴിലായിക്കൊണ്ടുള്ള ഒരു കാര്യമാണത്. വതസാരിഫുൽ വാഖിയതു ഫീഹി തദ്ബീറുൽ അസീസുൽ ഹക്കീം, അതിന്റെ മാറ്റം സംഭവിക്കുക എന്നുള്ളത് അസീസും ഹക്കീമുമായിട്ടുള്ള അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ അള്ളാഹുവിന്റെ തദ്ബീറിന്റെ അടിസ്ഥാനത്തിലാണ്. ഫഫിൽ ഹഖീഖത്തി യഖഉൽ ഐബ് വസ്സബ് അലാ മുദബ്ബിരിഹി, അതുകൊണ്ട് തന്നെ ഈ കാലത്തെ ചീത്ത വിളിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ചീത്ത വിളിക്കുന്നത് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, അത് എങ്ങനെയാകണമെന്ന് തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന മുദബ്ബിറിന്റെ മേലെയാണ്, അഥവാ അള്ളാഹുവിന്റെ മേലെയാണ്. വകമാ അന്നഹു നഖ്സുൻ ഫിദ്ദീനി ഫഹുവ നഖ്സുൻ ഫിൽ അഖ്ൽ, ഏതുപോലെ ഒരാളുടെ ദീനിൽ കുറവുണ്ട് എന്നുള്ളത് അവന്റെ ബുദ്ധിയിൽ കുറവുണ്ട് എന്നതിനെ അറിയിക്കുന്നത് പോലെ, അതായത് കാലത്തെ ചീത്ത വിളിക്കുന്നത് മുദബ്ബിറ, അതിന്റെ മുദബ്ബിറായ അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്ന പോലെയാണ് എന്നതിന് ഉപമ പറയുകയാണ്. ഒരാൾക്ക് ദീനിൽ കുറവുണ്ട് എങ്കിൽ അത് അവന്റെ ബുദ്ധിയിൽ കുറവുള്ളത് പോലെയാണ്. ഫീഹി തസ്ദാദുൽ മസാഇബ് വയഅ്മു വഖഉഹാ വയുഗ്ലഖു ബാബു സബ്രിൽ വാജിബ്. ഇങ്ങനെ കാലത്തെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ബാധിച്ച മുസീബത്തുകൾ എന്താണോ അത് വർദ്ധിക്കുകയും അതുപോലെ തന്നെ അവന് ബാധിച്ചത് കൂടുതൽ ബുദ്ധിമുട്ടും ഞെരുക്കമുള്ളതായി തീരുകയും നിർബന്ധമായി അവൻ കാണിക്കേണ്ട ക്ഷമ, അതിന്റെ കവാടം അവന് മേലെ അടക്കപ്പെടുന്ന അവസ്ഥയുമാണ് ഉണ്ടാവുക. അവന് പിന്നെ ക്ഷമിക്കാൻ അതിൽ സാധിക്കുകയില്ല ഈ കാലത്തിനെ ചീത്ത വിളിച്ചുകൊണ്ട്. വഹാദാ മുനാഫിൻ ലിത്തൗഹീദ്, ഇത് തൗഹീദിനെ തകർക്കുന്ന, തൗഹീദിനെതിരായിട്ടുള്ള കാര്യമാണ്. അമ്മൽ മുഅ്മിൻ, എന്നാൽ ഒരു മുഅ്മിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കണം? فإنه يعلم أن التصاريف واقعة بقضاء الله وقدره وحكمته. ഒരു മുഅ്മിൻ അറിയാം എന്തെല്ലാം മാറ്റങ്ങൾ അവന്റെ ജീവിതത്തിലാവട്ടെ അവന്റെ ചുറ്റുപാടിലാവട്ടെ എല്ലാം നടക്കുന്നത് അത് അള്ളാഹുവിന്റെ ഖളാഇന്റെയും ഖദറിന്റെയും അടിസ്ഥാനത്തിലാണ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. فلا يتعرض لعيب ما لم يعبه الله ولا رسوله, അള്ളാഹുവും റസൂലും ആക്ഷേപിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ലാതെ, അല്ലെങ്കിൽ അള്ളാഹുവും റസൂലും കാരണമാക്കിയിട്ടുള്ള ന്യൂനത പറയാൻ കാരണമാക്കിയിട്ടുള്ള കാര്യമല്ലാതെ ഒന്നിന്റെ മേലെയും അവൻ ആ ന്യൂനതയോ ആരോപണമോ ഉന്നയിക്കുകയില്ല. ബൽ യർദാ ബിതദ്ബീരില്ലാഹി വയുസല്ലിമു ലിഅംരിഹി വബിദാലിക യതിമ്മു തൗഹീദുഹു വതുമഅനീനതുഹു. അവൻ എന്താണ് ചെയ്യുക? അള്ളാഹുവിന്റെ ആ തീരുമാനത്തെ തൃപ്തിപ്പെടുകയും അതിൽ അവൻ സ്വന്തത്തെ കീഴൊതുക്കുകയും അങ്ങനെ അവന്റെ തൗഹീദും അവന്റെ സമാധാനവും പൂർത്തീകരിക്കുകയുമാണ് ചെയ്യുക എന്ന് ഇമാം സഅദി റഹിമഹുല്ലാ പറയുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിക്കുന്നതും അത് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സമയത്തിന് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല, കാലത്തിന് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാൻ, അത് മുസഖറാണ്, അഥവാ നിയന്ത്രണ വിധേയമായിക്കൊണ്ട് അള്ളാഹു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാലം എന്നുള്ളത്. അത് ചിലപ്പോൾ ദിവസങ്ങൾ നല്ലതാകാം, ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിരിക്കാം, അങ്ങനെയൊക്കെ ആകാം. പക്ഷെ ആ കാലത്തിന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തിന് സ്വാധീനമുണ്ട് എന്ന നിലക്ക് അതിനെ ചീത്ത വിളിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിനോടൊപ്പം കാലം ഒരു ഫായിലാണ് എന്ന നിലക്ക് വെച്ച് ചെയ്യുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് കൊടുക്കാൻ പ്രത്യേകം പറയാനുള്ള കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ ഇത് ധാരാളമായി ചെയ്തിരുന്ന രീതിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അല്ലെങ്കിൽ നല്ല ചൂടുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ പിന്നെ നിർത്താതെ മഴ പെയ്തിട്ടുള്ള ആ നിലക്കുള്ള ഒരു ദിവസം, ആ ദിവസത്തെ ഈ ദിവസം ഭയങ്കര ചൂടുള്ളതായി, ഈ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ പറയുന്നത് ഇതിനകത്ത് പെടൂല.
അതാ ദിവസം അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു, അന്ന് ഇങ്ങനെ ഒരു ദിവസമായിരുന്നു, ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ഇന്നത്തെ ദിവസത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ ജോലി കുറെ കൂടുതലായിരുന്നു, അങ്ങനെ പറയുന്നത് ഇതിൽ പെടില്ല. അത് തെറ്റല്ല, അത് അനുവദീയമായിട്ടുള്ള കാര്യം, അത് കുറ്റമില്ല. പക്ഷേ ഈ കാലത്തിന് ഒരു സ്വാധീനമുണ്ട്, ഈ ദിവസമായതുകൊണ്ടാണ് ഇതിങ്ങനെ നടന്നത്, ഈ സമയമായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന നിലക്ക് പാടില്ല. നമ്മുടെ നാടുകളിൽ പിന്നെ ഖുറാഫാത്തിന്റെയും ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ആളുകൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. ചില ദിവസങ്ങളെ അവർ മുൻകൂട്ടി നെഹ്സുള്ള, അത് മോശപ്പെട്ട ദിവസമായി അവർ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പറയുന്നത്, ഓരോ മാസത്തിലെയും അവസാനത്തെ ബുധൻ, അല്ലെങ്കിൽ ചില പ്രത്യേക ദിവസങ്ങൾ, ചില പ്രത്യേക സമയങ്ങൾ, അതിനൊക്കെ ഒരു അടിസ്ഥാനവുമില്ലാതെ അവർ പറയുന്നത് കാണാം. അതൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അടുത്ത ബാബു അത്തസമ്മി ബിഖാദി അൽ ഖുബാത്തി വനഹ്വിഹി. അടുത്ത ബാബ് പറയുന്നത് പേരിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ചില ആളുകളെ ഖാദി അൽ ഖുബാത്ത്, വിധി കൽപ്പിക്കുന്നവരിൽ ഏറ്റവും നന്നായി വിധി കൽപ്പിക്കുന്നവൻ, ആ നിലക്കുള്ള പേരുകൾ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേരിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. ഇവിടെ ഈ പേരിടുക എന്നുള്ളത്, ഒരു ആൾ ജനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പേരിടുക എന്നുള്ളത് അറിയപ്പെട്ടുള്ള കാര്യമാണ്. അത് ദീനിനും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ പൊതുവായിട്ടും എല്ലാ മില്ലത്തിലും അറിയപ്പെട്ടുള്ള ഒരു കാര്യമാണ് പേരിടുക എന്നുള്ളത്. ഒരു അലമുണ്ടാവുക, വിളിക്കാൻ അറിയപ്പെടാനുള്ള പേരുണ്ടാവുക എന്നുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാം ചില പേരുകൾക്ക് ആ വ്യക്തികളുടെ മേലെ സ്വാധീനം ഉണ്ടാകുമെന്നുള്ളത്. ചില വ്യക്തികളുടെ പേരനുസരിച്ച് ആ വ്യക്തികളുടെ മേലെ ചില സ്വാധീനങ്ങൾ കാണാറുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ തന്നെ കാണാം, ഒരിക്കൽ ഒരു പാല് കറക്കാൻ വേണ്ടി ആരാണ് പോവുക എന്ന് പറഞ്ഞ സമയത്ത് ഒരാൾ എഴുന്നേറ്റ് വന്നു. അയാളുടെ പേര് ചോദിച്ചപ്പോൾ അയാളുടെ പേര് വരണ്ടു പോകുന്ന ആ രീതിയിൽ അർത്ഥത്തിൽ വരുന്ന പേരായിരുന്നു. വേറൊരാളുടെ പേര് വെച്ചപ്പോൾ ധാരാളം അധികരിച്ച് ലഭിക്കുന്ന പേര് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് പോയിട്ട് പാല് കറക്കാൻ പറഞ്ഞ ധാരാളം സംഭവങ്ങൾ അതുപോലെ കാണാം. സാദുൽ മആദിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് എന്ന കിതാബിൽ ഒരു ഫസ്ല് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അറിയപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും പേര് നല്ല പേരുകളായിരിക്കണം ഒരു ഉപ്പയും ഉമ്മയും ആ കുട്ടികൾക്ക് നൽകേണ്ടത് എന്നറിയിക്കുന്ന കാര്യമാണ്. നാളെ പരലോകത്ത് പേരുകൾ രേഖപ്പെടുത്തുമെന്നാണ്. റൂഹിനെ കൊണ്ടുപോകുമ്പോൾ നല്ല റൂഹിനെ എലീനിൽ പേര് രേഖപ്പെടുത്തുമ്പോൾ അവന് വിളിക്കപ്പെട്ട ഏറ്റവും നല്ല പേരാണ് അവർ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ തെറ്റ് ചെയ്ത ആളുകളുടെ പേര് സിജ്ജീനിൽ, പാപികളുടെ പേര് രേഖപ്പെടുത്തുമ്പോൾ ഏറ്റവും മോശപ്പെട്ട പേരുകളാണ് അവർ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പരലോകത്ത് പേരുകൾ വിളിക്കപ്പെടുന്ന, ദുനിയാവിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പേരുകൾ പറയപ്പെടുന്ന അവസ്ഥകളുണ്ട്. അപ്പൊ നല്ല പേരുകൾ ഇടുക എന്നുള്ളത് അറിയപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായി പഠിപ്പിച്ചുള്ള കാര്യമാണ് നല്ല പേരുകൾ ഇടുക എന്നുള്ളത്. നല്ല അർത്ഥമുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല പേരുകളോട് അബ്ദ് ചേർത്തിക്കൊണ്ടോ, അതല്ലെങ്കിൽ നബിമാരുടെ പേരോ, അല്ലെങ്കിൽ നല്ല അർത്ഥമുള്ള പേരുകൾ ഒരാൾ ഇടുക എന്നുള്ളത് പ്രത്യേകം പരിഗണിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ പേരുകൾ ഇടുന്നിടത്ത് ചില പേരുകൾ ഇടാൻ പാടില്ല എന്ന നിലക്കുണ്ട്. ചില പേരുകൾ ഇപ്പൊ അസ്മാഉൽ ഹുസ്നയിൽ തന്നെ ചില പേരുകൾ അബ്ദ് ചേർക്കാതെ ഇടാൻ പറ്റുന്ന പേരുകളുണ്ട്. അബ്ദ് എന്ന് ചേർക്കാതെ തന്നെ ചില പേരുകൾ ഇടാം. എന്നാൽ അബ്ദ് എന്ന് ചേർത്തിട്ട് മാത്രം ഇടാൻ പറ്റുന്ന പേരുകൾ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നുള്ള പേരുകളും ഉണ്ട്. ആ നിലക്ക് പേരുകൾ ഇടാൻ പാടില്ലാത്ത നിലക്ക് വരുന്ന ചില കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തഅലീം ചെയ്യുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മഹത്വത്തെ അറിയിക്കുന്നത് പോലെയുള്ള ആ മഹത്വമാർന്ന പേരുകൾ അടിമകൾക്ക് ഇടുക എന്നുള്ളത്. അതിന് ചില ഉദാഹരണങ്ങൾ ഹദീസുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ബാബിൽ പറയുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഹദീസാണ്. ഫി സ്വഹീഹി അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ടുള്ള ഒരു ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന അഖ്നഅ ഇസ്മിൻ ഇൻദല്ലാഹി റജുലുൻ തസമ്മ മലിക്കൽ അംലാക്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും താഴ്ന്ന നിലക്കുള്ള പേര് ഇട്ടിട്ടുള്ളത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്താണ് പേര്? മലിക്കൽ അംലാക്, മലിക്കുൽ അംലാക്, എല്ലാ രാജാക്കന്മാരുടെയും രാജാവായിട്ടുള്ളവൻ, എല്ലാവിധ രാജാക്കന്മാരുടെയും രാജാവായിട്ടുള്ളവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ മാലിക ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു മാലിക്കുമില്ല എന്ന് പറഞ്ഞു. قال سفيان الثوري سفيان بن عيينة رحمه الله ഈ ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മിസ്ലു ഷാഹാൻ ഷാഹ്, ഷാഹിൻ ഷാഹ് പോലെയുള്ള പേരൊക്കെ ആ അർത്ഥത്തിൽ വരുന്ന, ഷാഹിൻ ഷാഹ് അറബി വാക്കല്ല, പേർഷ്യനോ മറ്റോ ആയിട്ടുള്ള വാക്കാണ്.
അങ്ങനെയുള്ള വളരെയധികം മഹത്വപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ ഒരാളെ പറ്റിയിടുന്ന പേരുകൾ, അത് ഏത് ഭാഷയിലാവട്ടെ, അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. ആ നിലക്കുള്ള പേരുകൾ ഒരു വ്യക്തിക്ക് ഇടാൻ പാടില്ല. മറ്റൊരു റിവായത്തിൽ വഫീ റിവായത്തിൻ അഗ്യദു റജുലിൻ അലല്ലാഹി യൗമൽ ഖിയാമ വഅഖ്ബഹുഹു ഖൗലുഹു അഖ്നഉ വറിവായത്തിൽ അഗ്യദു റജുലിൻ അലല്ലാഹി യൗമൽ ഖിയാമ വഅഖ്ബഹുഹു അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുപ്പുള്ള അല്ലെങ്കിൽ അല്ലാഹു ഏറ്റവും കോപിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള ആള് എന്ന രീതിയിലും ഇതുപോലെയുള്ള പേരുകൾ ഇടുന്ന ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മോശപ്പെട്ട പേര് അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള പേര് എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ അർത്ഥത്തിൽ വരുന്ന പേരുകൾ മലിക്കുൽ അംലാക്ക് എന്നോ ഖാളി ഖുബാത്ത് എന്നോ അല്ലെങ്കിൽ ഷാഹിൻ ഷാ എന്നോ അത് ഏത് ഭാഷയിലാണെങ്കിലും അങ്ങനെയുള്ള അർത്ഥങ്ങൾ അഥവാ തഅദീമിന്റെ വലിയ നിലക്കിടുന്ന വലിയ രീതിയിൽ തഅലീം ചെയ്യുന്ന പേരുകൾ വ്യക്തികൾക്കിടുക എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു റുബൂബിയത്തിലുള്ള ശിർക്കാണ്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നത് പോലെയുള്ള പേരുകൾ അടിമകൾക്ക് ഇടാൻ പാടില്ല, അഥവാ ആളുകൾക്ക് ഇടാൻ പാടില്ല എന്ന് അറിയിക്കാനാണ് ഈ ഹദീസിൽ നിന്നുള്ള പാഠം ഈ കിതാബു തൗഹീദിൽ പ്രത്യേകം കൊടുക്കാനുള്ള കാരണം. അപ്പോൾ പേരുകൾ നല്ല നല്ല പേരുകൾ ഇടണം. അത് ഓരോ അടിമയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ അവന്റെ പരലോകത്ത് അവന്റെ പേരുകളാൽ വിളിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല ആശയമുള്ള പേരുകളാണ് അടിമകൾക്ക്, നമ്മുടെ മക്കൾക്കും കുട്ടികൾക്കും ഒക്കെ നമ്മൾ ഇടേണ്ടത്. ആ പേരുകൾക്ക് ചില നിലക്കെങ്കിലും സ്വാധീനമുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല ഹദീസുകളിലും അതുപോലെ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പേരുകൾ ഈ പറഞ്ഞതുപോലെയുള്ള അത് ഏത് ഭാഷയിലാണെങ്കിലും ഇടാൻ പാടില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അത് റുബൂബിയത്തിൽ വരുന്ന ഷിർക്കാണ് എന്ന നിലക്ക്. ഈ ഹദീസിൽ പറഞ്ഞ മറ്റൊരു വാക്കെന്താ, ലാ മാലിക ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു മാലിക്കും ഇല്ല എന്നുള്ളതാണ്. കാരണം അതിന്റെ ആ പരിപൂർണമായ അവസ്ഥയിൽ ഇല്ല എന്നുള്ളത്. അടുത്തൊരു ബാബു കൂടി ചേർത്തിട്ടാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇത് രണ്ട് ബാബിന്റെ ശർഹാണ് ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ബാബു കൂടി വായിക്കാം. ബാബു ഇഹ്തിറാമി അസ്മാഇല്ലാഹി തആല വതഗ്യീരിൽ ഇസ്മി ലിഅജ്ലി ദാലിക്, അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് ഒരു പരിശുദ്ധി അത് നൽകുക എന്നുള്ളതും ആ പരിശുദ്ധി കൽപ്പിച്ചുകൊണ്ട് തന്നെ ചില ആളുകളുടെ പേരുകൾ മാറ്റുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അതായത് അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന് പഠിപ്പിക്കപ്പെട്ട അള്ളാഹുവിനുള്ള അസ്മാഉൽ ഹുസ്ന ഖുർആനിലും ഹദീസിലുമായി ധാരാളം നാമങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ നാമങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യവുമായി ബന്ധപ്പെട്ട ഒരു മര്യാദയുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അൻ അബീ ശുറൈഹിൻ, ഇമാം അബൂ ദാവൂദ്, ബൈഹഖി അതുപോലെ ഹാക്കിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്താണ്. അൻ അബീ ശുറൈഹിൻ റളിയല്ലാഹു അൻഹു അന്നഹു കാന യുക്നാ അബുൽ ഹകം, അബൂ ശുറൈഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹത്തിന് ഒരു കുനിയത്ത് ഉണ്ടായിരുന്നു. കുനിയത്ത് എന്ന് പറഞ്ഞാൽ അബു എന്ന് ചേർത്തുകൊണ്ട് വിളിക്കുന്ന, ഇപ്പൊ ഏതെങ്കിലും സ്വന്തം മക്കളുടെ പേരിനോട് ചേർത്ത് അബു അബ്ദില്ല എന്നോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ഖാസിം അതുപോലെയുള്ളോ, അതല്ലെങ്കിൽ ചില കാരണങ്ങളാൽ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ വിളിക്കപ്പെടുന്ന, ഇപ്പോ കഴുതക്ക് അറബിയിൽ അബുസബുർ എന്ന് പറയും, അബുസബുർ എന്ന് പറയും, കാരണം നല്ല ക്ഷമയുള്ള ഒരു ജീവി ആയതുകൊണ്ട്. അതുപോലെ അലി റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബു തുറാബ് എന്ന് വിളിച്ചിട്ടുണ്ട്, മണ്ണിൽ കിടക്കുന്ന കണ്ടപ്പോൾ. ഇനി ചെറിയ കുട്ടികളെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ പെൺകുട്ടിയെ ഉമ്മു ഖാലിദ് എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോ ചില കാരണങ്ങളാലും പേരിടും, അധികവും മക്കളിലേക്ക് ചേർത്തിക്കൊണ്ട് ഉപ്പ ഉമ്മ എന്ന നിലക്കൊക്കെ ഇടാറുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് അബുൽ ഹക്കം എന്നൊരു പേരുണ്ടായിരുന്നു, കുനിയത്തുണ്ടായിരുന്നു. അബുൽ ഹക്കം എന്ന ആളുകൾ വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോ ഫഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഹക്കം, അള്ളാഹു ആണ് ഹക്കം. ഹക്കം പറഞ്ഞാൽ വിധി കൽപ്പിക്കുന്നവൻ, തീരുമാനം നടപ്പിലാക്കുന്നവൻ അള്ളാഹുവാണ്. വ ഇലൈഹിൽ ഹുക്മു, അവന്റെ അധികാരത്തിൽ പെട്ടതാണ് വിധി കൽപ്പിക്കുക എന്നുള്ളത്. അത് കൗനിയായിട്ടുള്ള ഹുക്കുമാവട്ടെ, ഖദരിയായതാവട്ടെ, ശർഈ ആയതാവട്ടെ, ജസാഇ ആയതാവട്ടെ, മൂന്ന് തരത്തിലാണ് അള്ളാഹുവിന്റെ ഹുക്കം ഉണ്ടാവുക. നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഖദരിയായ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ തീരുമാനം അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. രണ്ട്, ശർഈയായ ഒരാൾ നിസ്കാരം അല്ലെങ്കിൽ നോമ്പ് അതിൽ വിധി കൽപ്പിക്കുന്നത് അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. മൂന്ന്, ജസാഇ, ഓരോന്നിനും എന്ത് പ്രതിഫലം നൽകണം എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. മൂന്ന് തരത്തിലാണ് അള്ളാഹുവിന്റെ ഹുക്ം ഉണ്ടാവുക. അള്ളാഹു ഹക്കമാണ്, അള്ളാഹുവാണ് അതിൽ വിധി കൽപ്പിക്കുന്നത്, വേറൊരാളും അതിനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞപ്പോ ആ സഹാബി തന്റെ ഉദ്ർ ബോധിപ്പിച്ചു, ഞാൻ എനിക്കിട്ട പേരല്ല അബുൽ ഹക്കം എന്നുള്ളത് എന്ന് അറിയിക്കാൻ വേണ്ടി സഹാബി പറഞ്ഞു, ഫഖാല ഇന്ന ഖൗമി ഇദാ ഇഖ്തലഫു ഫീ ഷൈഇൻ,
എൻ്റെ ഗോത്രത്തിലുള്ള ആളുകൾ, എൻ്റെ നാട്ടിലെ ആളുകൾ, അവർ എന്നോട് അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ, അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം, പല പ്രശ്നങ്ങൾ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, അസൗനി ഫഹകംതു ബൈനഹും, രണ്ടു കൂട്ടർ വന്നിട്ടുണ്ടെങ്കിൽ അവർ എൻ്റെ അടുക്കലേക്ക് വരും. എന്നാൽ എൻ്റെ അടുക്കൽ ആ കാര്യം സംസാരിച്ച് ഞാൻ അവരുടെ ഇടയിൽ ഒരു വിധി കൽപ്പിക്കും, എന്തായിരിക്കണം എന്നുള്ളത് ഞാൻ കൽപ്പിക്കും. ഫറബിയ കിലൽ ഫരീഖൈൻ, അങ്ങനെ ഞാൻ വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ രണ്ടു കൂട്ടർക്കും അത് തൃപ്തികരമായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ അവരത് അംഗീകരിച്ച് എന്താണോ പ്രശ്നം അത് തീർത്ത് ആ തീരുമാനം അംഗീകരിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യാറുള്ളത് കൊണ്ട് ആളുകൾ എന്നെ വിളിച്ച പേരാണ് അബുൽ ഹക്കം എന്നുള്ളത്, ഞാൻ എനിക്കിട്ട പേരല്ല എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അഹ്സന ഹാദാ, ഇതെന്ത് നല്ലൊരു കാര്യമാണ്. കാരണം ആളുകൾക്കിടയിൽ സുൽഹുണ്ടാക്കുക, ആളുകൾക്കിടയിൽ ഒരു തീർപ്പ് നടപ്പിലാക്കി കൊടുക്കുക, ആളുകൾക്ക് രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ളതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, വളരെ ഫദ്ലുള്ള, രാത്രി നിസ്കരിക്കുന്നവന്റെയും നോമ്പ് നോൽക്കുന്നവന്റെയും സ്ഥാനത്ത് എത്തിക്കുന്ന മഹത്തായ ഒരു കർമ്മമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അഹ്സന ഹാദാ, ഇതെന്തുള്ളൊരു കാര്യമാണ്. ഫമാ ലക മിനൽ വലദ് എന്ന് ചോദിച്ചു, നിനക്ക് മക്കളൊന്നുമില്ലേ, നിനക്ക് കുട്ടികളൊന്നുമില്ലേ, സന്താനങ്ങളൊന്നുമില്ലേ ചോദിച്ചു. ഫഖുൽതു, അപ്പോൾ സഹാബി പറയാണ്, ഞാൻ പറഞ്ഞു, ശുറൈഹുൻ വ മുസ്ലിമുൻ വ അബ്ദുല്ലാഹ്, എനിക്ക് ശുറൈഹ് എന്നൊരു മകനുണ്ട്, മുസ്ലിം എന്ന പേരിലൊരു മകനുണ്ട്, അബ്ദുള്ള എന്ന പേരിലൊരു മകനുണ്ട് എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമൻ അക്ബറുഹും, അതിലേതാണ് മൂത്ത ആള്, അതാണ് മൂത്ത മകൻ ആരാണെന്ന് ചോദിച്ചു. ഖുൽതു ശുറൈഹുൻ, ഞാൻ പറഞ്ഞു ശുറൈഹ് ആണ് മൂത്ത മകൻ എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅൻത അബൂ ശുറൈഹിൻ, നീ അബൂ ശുറൈഹ് ആണ് എന്ന് പറഞ്ഞു. നിന്റെ പേരിനി അബൂ ശുറൈഹ് ആണ്, അബുൽ ഹക്കം എന്നല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി കൊടുത്തു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേറെ സ്വഹാബികൾ ഹക്കം എന്നുള്ള പേരുള്ള, ഹക്കീം എന്ന പേരുള്ള വേറെ സ്വഹാബികൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ വ്യക്തിയോട് പേര് മാറ്റാൻ പറയാനുള്ള കാരണമായി ഉലമാക്കൾ എടുത്തു പറയുന്നത്, ഈ വ്യക്തിയുടെ പേര് എന്നുള്ളതിൽ മാത്രമല്ല, ആ ഹക്കം എന്നുള്ളത് കൊണ്ട് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വിശേഷണമുണ്ട്, വിധി കൽപ്പിക്കുന്നവൻ എന്നുള്ള വിശേഷണമുണ്ട്. ആ വിശേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യക്തിക്ക് ആ പേര് പറഞ്ഞുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ആ പേര് മാറ്റാൻ വേണ്ടി പറഞ്ഞത്. അതായത് അല്ലാതെയും ഹക്കം എന്ന് പേരുള്ള, ഹക്കീം എന്ന് പേരുള്ള, അള്ളാഹുവിന്റെ വേറെ നാമങ്ങളുള്ള സഹാബികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തിയോട്, അബുൽ ഹക്കം എന്ന സഹാബിയോട് അബു ശുറൈഹ് ആക്കണം എന്ന് പറയാനുള്ള കാരണം, ആ അബുൽ ഹക്കം എന്നുള്ള പേര് ഹുക്മ നടപ്പിലാക്കുന്നവൻ, വിധി പറയുന്നവൻ എന്നതിന്റെ അടിസ്ഥാനത്തിൽ, ആ വിശേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പേര് നൽകപ്പെട്ടത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് മാറ്റാൻ പ്രത്യേകമായി പറഞ്ഞത് എന്ന് ഉലമാക്കൾ ഇതിൽ നിന്നുള്ള പ്രത്യേകമായി മനസ്സിലാക്കി തരുന്നുണ്ട്. കാരണം വേറെ ആളുകൾ ഈ പേരുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് അള്ളാഹുവിന്റെ നാമത്തിനോട് കൊടുക്കുന്ന, അള്ളാഹുവിന്റെ നാമം അത് അള്ളാഹുവിന് യോജിച്ച രീതിയിലായിരിക്കണം എന്നതിനെ ഇഹ്തിറാം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റാൻ വേണ്ടി പറഞ്ഞത്. വേറെയും പല സന്ദർഭങ്ങളിൽ ബർറ് എന്നുള്ള നാമം മാറ്റിയത് കാണാം, അള്ളാഹുവിന്റെ നാമമാണെന്ന് പറഞ്ഞിട്ട്. ചില പേരുകളെല്ലാം വേറെയും ഇതുപോലെ മാറ്റിയ സംഭവങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ രണ്ട് ബാബുകളുടെയും ശറഹ് വിശദീകരണം ഇമാം സഅദി റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ളത് കാണാം. ഇമാം സഅദി റഹിമഹുല്ലാ പറയുന്നു, രണ്ട് ബാബുകൾ, ബാബു തസമ്മി ബിഖാദി അൽ ഖുവാത്ത് വനഹ്വി വബാബ് ഇഹ്തിറാം അസ്മാഇല്ലാഹി വതഗ്യീറിൽ ഇസ്മി ലിദാലിക്. ഈ രണ്ട് ബാബുകളുടെ ചെറിയ രീതിയിൽ മാത്രമേ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇമാം സഅദി റഹിമഹുല്ലാ പറയുന്നു, വഹാതാനി തർജമതാനി മിൻ ഫുറൂഇൽ ബാബി സാബിഖ്. ഈ രണ്ട് ബാബുകൾ എന്നുള്ളത് മുൻപ് കടന്നു പോയിട്ടുള്ള ഒരു ബാബിന്റെ തുടർച്ച തന്നെയാണ്. അഥവാ ഫലാ തജ്അലു ലില്ലാഹി അൻദാദ എന്ന് പറഞ്ഞിട്ടുള്ള, അള്ളാഹുവിന് പകരക്കാരെ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ഒരു ബാബ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. വഹുവ അന്നഹു യജിബു അല്ലാ യജ്അല ലഹു നിദ്ദൻ ഫി നിയ്യാത്ത് വൽ അഖ്വാൽ വൽ അഫ്ആൽ. അതായത് നിർബന്ധമാണ് ഒരു അടിമയുടെ മേലെ ഒരു തരത്തിലും, അത് നിയ്യത്ത് കൊണ്ടാവട്ടെ, വാക്കുകൊണ്ടാവട്ടെ, പ്രവർത്തനങ്ങൾ കൊണ്ടാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു പകരക്കാരനെ ഉണ്ടാക്കാൻ പാടില്ല. ولا يسمى أحد باسم فيه نوع مشاركة الله في أسمائه فيه نوع مشاركة لله في أسمائه وصفاته. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിനോടോ വിശേഷണത്തിനോടോ പങ്കുചേരുന്ന രീതിയിൽ ഒരു പേരും ഒരാൾക്കും ഇടാൻ പാടില്ല, അങ്ങനെ പേര് വിളിക്കപ്പെടാൻ പാടില്ല.
കഖാദി അൽ ഖുദാത്ത്, അത് ഏതുപോലെ ഖാദി അൽ ഖുദാത്ത് വിധി കൽപ്പിക്കുന്നവരിൽ ഏറ്റവും വിധി കൽപ്പിക്കുന്നവൻ, വൽ മലിക്കുൽ മുലൂക്ക് അല്ലെങ്കിൽ വലിക്കുൽ അംലാക്ക് രാജാക്കന്മാരിൽ അല്ലെങ്കിൽ അധികാരമുള്ളവരിൽ ഏറ്റവും അധികാരമുള്ളവൻ, വനഹ്വിഹ അതുപോലെ തന്നെ വഹാക്കിമുൽ ഹുക്കാം വിധി നടപ്പിലാക്കുന്നവരിൽ തീരുമാനം നടപ്പിലാക്കുന്നതിൽ കൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ, ഔ ബി അബിൽ ഹക്കം വനഹ്വിഹി അതുപോലെ തന്നെ അബുൽ ഹക്കം എന്ന് പോലുള്ള ഈ ഹദീസിൽ വന്നതുപോലെയുള്ള അങ്ങനെയുള്ള പേരുകൾ ഒരാൾക്ക് വിളിക്കപ്പെടാൻ പാടില്ല. വകുല്ലു ഹാദാ ഹിഫ്ദുൻ ലിത്തൗഹീദി വലിഅസ്മാഇല്ലാഹി വസിഫാതിഹി. ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് തൗഹീദിനെയും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ അസ്മാ വസിഫാത്തുകളെയും കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയാണ്. വദഫ്ഉൻ ലിവസാഇലി ശിർക്കി ഹത്താ ഫിൽ അൽഫാദി അല്ലതി യുഖ്ശാ അൻ യുതദറജ മിൻഹാ, അതായത് വദഫ്ഉൻ ലിവസാഇലി ശിർക്ക്, അതുപോലെ തന്നെ ശിർക്കിലേക്കുള്ള വഴികളെ തടയാൻ വേണ്ടിയിട്ടാണ്. ശിർക്കിലേക്ക് എത്തിക്കുന്ന ഏതൊരു വഴിയെയും തടയാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, എത്ര സൂക്ഷ്മമായിട്ടാണ് ശിർക്കിന്റെ വഴികളെല്ലാം അടച്ചിട്ടുള്ളത്. ഒരു തരത്തിലും അള്ളാഹുവിന് തഅലീം കൊടുക്കുന്നത് പോലെ ഒരു സൃഷ്ടിക്ക് നൽകപ്പെടാൻ പാടില്ല. അത് കേവലം പേര് പറയുന്നതിൽ പോലും അത് പാടില്ല എന്ന നിലക്കാണ് തൗഹീദിനെ സംരക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളെ തടയാൻ ഏതുവരെ ഹത്താ ഫിൽ അൽഫാദ് വാക്കുകളിൽ പോലും അല്ലതി യുഖ്ശാ അൻ യുതദറജ മിൻഹാ ഇലാ അൻ യുദന്ന മുശാറകതു അഹദിൻ ലില്ലാഹി ഫി ശൈഇൻ മിൻ ഖസായിസിഹി വഹുഖൂഖിഹി. ആ ലഫ്ളിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾക്ക് പങ്കുണ്ട്, ഒരാൾ പങ്കുചേരുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക് ഒരു കാര്യം എത്തുന്നത് പോലും പാടില്ല എന്ന നിലക്ക് അതുവരെ ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനെ പേര് പോലും ഇടരുത് എന്ന് പറയാനുള്ള കാരണം. ഒരാൾ പേരിട്ടു വന്നുകൊണ്ട് അവൻ ശിർക്ക് ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല, അത്രയും ആ തൗഹീദിനെ സംരക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഗൗരവത്തിലുള്ള കാര്യമാണ് അള്ളാഹുവിനെ തഅലീം ചെയ്യുന്ന പോലെയുള്ള പേരുകൾ ഒരു സൃഷ്ടിക്ക് നൽകാൻ പാടില്ല എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയും നമ്മുടെ നാടുകളിൽ നടക്കുന്ന ശിർക്കിന്റെ അവസ്ഥകളെ വെച്ച് നോക്കുമ്പോൾ എത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളതെന്ന് നോക്കി. അള്ളാഹുവിനെ തഅലീം ചെയ്യുന്ന രീതിയിൽ ഒരു പേര് പോലും ഇടരുത് എന്ന നിലക്കാണ് തൗഹീദിനെ സംരക്ഷിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരു യോഗ്യതയും ഇല്ലാത്ത, ഒരു അർഹതയും ഇല്ലാത്ത, ഒരു നിലക്കും അവകാശമില്ലാത്ത സൃഷ്ടികളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന, അവർക്ക് വേണ്ടി അറവ് നടത്തുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. എത്ര ഗൗരവമുള്ള കാര്യമാണത്. ഗൗരവം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും ചെറിയ രീതിയിൽ തൗഹീദിനെ സംരക്ഷിക്കാൻ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാടുകളിൽ ഇസ്ലാമിന്റെ പേരുള്ള മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അറിയുന്ന ആളുകൾ, അറിയപ്പെടുന്ന ആളുകൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ഗൗരവമുള്ളതാണ്. ജാറങ്ങളിലാവട്ടെ അതല്ലാത്ത അതുപോലെയുള്ള കാര്യങ്ങളിലാവട്ടെ വളരെ ശ്രദ്ധയിൽ നമ്മൾ തൗഹീദിനെ പഠിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തൗഹീദിന്റെ ചെറുതും വലുതുമായ എല്ലാ ഭാഗങ്ങളും വീണ്ടും വീണ്ടും പഠിക്കേണ്ടത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. നമ്മുടെ മക്കളെ അത് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം പിശാച് തലമുറകളിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ശിർക്കിന്റെ വേരുകൾ ആഴ്ത്തിറക്കുക. ചിലപ്പോൾ നമ്മൾ ഇന്ന് നിസ്സാരമായിട്ടൊരു കാര്യം വിട്ടുകളയും, പക്ഷേ അതിനേക്കാൾ നിസ്സാരമായി നമ്മുടെ മക്കളുടെ തലമുറ, അതിനുശേഷമുള്ള തലമുറ, പിന്നീട് അങ്ങനെ അത് പിഴച്ചു പോകുന്ന അവസ്ഥ പിശാചിന്റെ കെണി അങ്ങനെയായിരിക്കും. അപ്പോൾ തൗഹീദിന്റെ പഠനം എല്ലാ മേഖലയിലും നമ്മൾ നിർത്താതെ തുടർന്നുകൊണ്ടേ ഇരിക്കണം. അടുത്ത ബാബു മൻ ഹസല ബിശൈഇൻ ഫീഹി ദിക്റുല്ലാഹി അവിൽ ഖുർആനി അവിൽ റസൂൽ. മൻ ഹസല ബിശൈഇൻ, ആരെങ്കിലും അവമതിക്കുകയാണ് അല്ലെങ്കിൽ വിലവെക്കാതിരിക്കുകയാണ്, പുച്ഛിക്കുകയാണ്, ബിശൈഇൻ എന്തെങ്കിലും ഒരു കാര്യം, ഫീഹി ദിക്റുല്ലാഹ് അവിടെ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഒരു പരാമർശമുണ്ട്. അത് ഒരു അള്ളാഹുവിന്റെ എഴുത്താവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെയുള്ള അള്ളാഹുവിനെ പറ്റി പരാമർശിക്കുന്ന ഒരു കാര്യം, അവിൽ ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ ആവട്ടെ, അവിൽ റസൂൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട കാര്യമാവട്ടെ, അങ്ങനെയുള്ള എന്തിനെങ്കിലും ഒരാൾ വിലമതിക്കാതിരിക്കുക, പുച്ഛിക്കുക എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് ഇത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദീനിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ നിസ്സാരമായി കാണുന്ന അല്ലെങ്കിൽ നിസ്സാരമായി പറയുന്ന ഒരു വാക്കുകൊണ്ട് വലിയ കുഫറിന്റെ വാക്കായി തീരുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെയോ ഖുർആനിനെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദീനിന്റെ ശിആറുകളെ
അതിനെ വിലമതിക്കാതിരിക്കുക, അതിനെ പുച്ഛിക്കുക, അതിനെ കളിയാക്കുക എന്നുള്ളത് അത് ഗൗരവത്തിലുള്ള ഒരു കാര്യമാണ്. അതിലാദ്യം കൊടുത്തിട്ടുള്ളത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊടുത്തിട്ടുള്ളത് ഒരായത്താണ്, സൂറത്ത് തൗബയിലെ 65-ാമത്തെ ആയത്ത്. ഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂബു വനൽഅബു ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. വലഇൻ സഅൽതഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, നീ അവരോട് ചോദിച്ചാൽ ലയഖൂലുൻ, അവർ പറയും, ഇന്നമാ കുന്നാ നഖൂബു വനൽഅബ്, ഞങ്ങൾ വെറുതെ തമാശയാക്കി കളിയായിട്ട് തമാശയായിട്ട് പറഞ്ഞതാണ് എന്നവർ പറയും. ഖുൽ, നബിയെ ചോദിക്കുക, അബില്ലാഹി വആയാതിഹി വറസൂലിഹി, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ആയാത്തുകളെയും അവന്റെ റസൂലുകളെയുമാണോ കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾ കളിയാക്കി ചിരിക്കുന്നത് എന്ന നിലക്ക് അല്ലാഹു തആല ചോദിക്കാൻ പറയാം. ഈ ആയത്ത് ഇറങ്ങിയ ഒരു സന്ദർഭമുണ്ട്, അത് തൊട്ടടുത്ത ഭാഗമായിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹു കൊടുത്തിട്ടുണ്ട്. അതുകൂടി വായിക്കുമ്പോൾ അതിന്റെ ആശയം പൂർണ്ണമായി മനസ്സിലാക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിവായത്ത് ഇബ്നു ജരീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ള, തൊബരി അദ്ദേഹത്തിന്റെ ഇബ്നു ജരീർ തൊബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ള സംഭവമാണ്. عن ابن عمر ومحمد بن كعب وزيد بن أسلم وقتادة, നാല് സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതാണ്. دخل حديث بعضهم في بعض أنه قال رجل في غزوة تبوك, തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സഹാബികളും മറ്റും തബൂക്ക് യുദ്ധത്തിന് പോയി. ഒരുപാട് ത്യാഗവും ബുദ്ധിമുട്ടുകളും സഹിച്ചുള്ള യുദ്ധമായിരുന്നു. ആ തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഒരു വ്യക്തി മുസ്ലിമീങ്ങളെ നോക്കി പറയുകയുണ്ടായി, ആ യുദ്ധത്തിന് പോകുന്ന ആളുകൾ ബാഹ്യമായി ഇസ്ലാമിലുള്ള ആളാണ്. നാം കണ്ടിട്ടില്ല നമ്മുടെ കൂട്ടത്തിലെ ഈ ഖുർആൻ പാരായണക്കാരെ പോലെ അർഗബ ബുതൂനൻ, വയറിനോട് ഇത്ര താല്പര്യമുള്ള, അഥവാ ഭക്ഷണ കൊതിയന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളുകളെ, വലാ അക്ദബ അൽസുനൻ, അതുപോലെ തന്നെ നാവുകളിൽ കളവ് ധാരാളമായി പറയുന്ന ആളുകളായിട്ടുള്ളവരെ, വലാ അജ്ബന ഇൻദൽ ലിഖാഇ, യുദ്ധസമയത്ത് ശത്രുക്കളെ കണ്ടാൽ ഇത്രയും ഭീരുക്കളായിട്ടുള്ള ആളുകളെ ഇവരെ പോലെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്നൊരു വ്യക്തി, ഇസ്ലാമിന്റെ അകത്തുള്ള ഒരു വ്യക്തി, ഇസ്ലാമിന്റെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും, യഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബഹു അൽ ഖുറാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സഹാബികളിൽ ഖുറാക്കളായിട്ടുള്ള, അഥവാ ഖുർആനിൽ പാണ്ഡിത്യമുള്ള അറിവുള്ള ആളുകൾ, അവരെയും നോക്കി ഒരാൾ പറഞ്ഞു. ഇത് പറഞ്ഞ സന്ദർഭത്തിൽ ഫഖാല ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇത് കേട്ടു. അപ്പോൾ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദബ്ത വലാകിന്നക മുനാഫിഖുൻ, നീ പറഞ്ഞത് കളവാണ്, നീ മുനാഫിക്കായതുകൊണ്ടാണ് നീ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞത് കളവാണ്, നീ മുനാഫിഖാണെന്ന് പറഞ്ഞു. ലൗ ഖബറന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിത് അല്ലാഹുവിന്റെ റസൂലിനെ അറിയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. فذهب عوف إلى رسول الله صلى الله عليه وسلم ليخبره, അങ്ങനെ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാൻ വേണ്ടി പുറപ്പെട്ടു. فوجد القرآن قد سبقه, പക്ഷേ ഔഫ് ഇബ്നു മാലിക് എത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ അദ്ദേഹത്തെ മുൻകടന്നിട്ടുണ്ടായിരുന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആയത്തുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. فجاء ذلك الرجل الى رسول الله صلى الله عليه وسلم, അപ്പോൾ തന്നെ ആ പറഞ്ഞ വ്യക്തി ഇങ്ങനെ വാക്ക് പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹാബികൾ, ഖുർആൻ അറിയുന്ന ആളുകൾ, അവർ ഇത്തരക്കാരാണെന്ന് പറഞ്ഞ ആ വ്യക്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തി. وقد ارتحل وركب ناقته, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ അവിടുത്തെ ഒട്ടകപ്പുറത്ത് കയറി യാത്രക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. فقال, അപ്പോൾ വ്യക്തി വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, إنما كنا نخوض ونتحدث حديث الركب نقطع به عنا الطريق. إنما كنا نخوض, ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതാണ്, ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാണ്. ونتحدث حديث الركب, യാത്രയിൽ പറയുന്ന സംസാരങ്ങളുണ്ടല്ലോ, യാത്ര എന്നുള്ളത് ഒരു മശഖത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഖിത്അത്തു മിനൽ അദാബ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞൊരു കാര്യമാണ് യാത്ര എന്നുള്ളത്. അപ്പൊ ആ യാത്രയെ എളുപ്പമാക്കാൻ വേണ്ടി ചില സംസാരങ്ങളും അല്ലെങ്കിൽ ചില ബെയ്റ്റുകൾ പോലെയുള്ള ഒക്കെ പാടുന്ന രീതി അന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ യാത്ര ഒന്ന് എളുപ്പമാകാൻ വേണ്ടി ഞങ്ങൾ തമാശയായി പറഞ്ഞ കാര്യങ്ങളാണ് അത് എന്ന് പറഞ്ഞു. നുഖത്തിഉ ബിഹി അന്ന ത്വരീഖ്, വഴി ഞങ്ങൾക്ക് ഇങ്ങനെ നീങ്ങിപ്പോകാൻ വേണ്ടി, യാത്ര എളുപ്പമാകാൻ വേണ്ടി ഞങ്ങൾ സംസാരിച്ച തമാശ അറിഞ്ഞ വാക്കാണ്, തമാശ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
كأني أنظر إليه متعلقا بنسعة ناقة رسول الله صلى الله عليه وسلم وإن الحجارة تنكب رجليه. ആ വ്യക്തിയെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ കഴുത്തിലുള്ള ഒരു ചട്ടയിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന, കാല് നിലത്ത് കല്ലുകളിൽ അമർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ആ വ്യക്തിയെ കണ്ടത്. വഹു യഖൂൽ, അയാൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ തമാശയായി പറഞ്ഞതാണ്, കളിയായി പറഞ്ഞതാണ് എന്ന നിലക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഫയഖൂലു ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ആ വ്യക്തിയോട്, മുനാഫിഖായ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു. അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ആയത്തുകളെയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലെയുമാണോ നിങ്ങൾ കളിയാക്കുന്നത്? ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഒരു ഉദ്റും പറയണ്ട, നിങ്ങൾ ഈമാനിന് ശേഷം കുഫറിലായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു കൊടുക്കണം. വമാ യൽതഫിതു ഇലൈഹി വമാ യസീദുഹു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആളിലേക്ക് തിരിഞ്ഞു നോക്കാതെ വേറൊന്നും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി എന്ന് പറയാം. അപ്പോൾ ദീനിന്റെ വിഷയങ്ങളെ അതിന് കൊടുക്കേണ്ട ഒരു ഇഹ്തിറാമുണ്ട്, അതിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യമുണ്ട്. അതൊരിക്കലും നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഒരിക്കലും ദീനിന് കൊടുക്കേണ്ട ഒരു വിലയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യമോ കൊടുക്കാതെ ആ നിലക്കുള്ള സംസാരങ്ങൾ നമ്മുടെ വായിൽ നിന്ന് അത് നമ്മൾ തമാശയായിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വലിയ ഗൗരവം കൊടുക്കാതെ, നമ്മൾ ചിലപ്പോഴൊക്കെ സംഭവിച്ചു പോകും, നഊദുബില്ല, ചിലപ്പോൾ അറിയാതെ ചില ആളുകൾ സംഭവിച്ചു പോകുന്ന ഒരു കാര്യം, ദീനുള്ള മുത്തദയ്യനായിട്ടുള്ള ഒരാളായിരിക്കും, ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരാളായിരിക്കും, പക്ഷെ എന്നാലും ചില ഹദീസുകളെയോ ചില ആയത്തുകളെയോ അല്ലെങ്കിൽ ചില ദീനിയായ കാര്യങ്ങളെയോ ഒക്കെ ഒരു വിലയില്ലാതെ കളിയാക്കി പറയുന്ന ഒരവസ്ഥയുണ്ടാവും. ഗൗരവത്തിൽ നമ്മൾ ഭയപ്പെടണം. അത് നിഫാഖിന്റെ അടയാളമാണ്. അത് പറയുന്നത് അവന്റെ ഉദ്ദേശം അറിയാതെ സംഭവിച്ചല്ല എങ്കിൽ അത് കുഫറിന്റെ കാര്യമായിട്ടുള്ള ഗൗരവത്തിലുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു ചെറിയ രീതിയിൽ ഈ വാക്ക് പറഞ്ഞ ആളുകളുടെ ഈ അവസ്ഥ എങ്ങനെയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസുകളെ കളിയാക്കുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി, പല രീതിയിൽ പുച്ഛിക്കുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. എന്ത് വലിയ ഗൗരവമാണ് അവർ ചെയ്യുന്നത്, അവരെന്ത് വലിയൊരു അപകടത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതോടൊപ്പം ഓർമ്മിപ്പിക്കട്ടെ, ഇതിൽ ഈ പറയുന്ന വാക്കുകൊണ്ടല്ലാതെ അല്ലാത്ത രീതിയിലും ഖുർആനിന് കൊടുക്കേണ്ട ഒരു മഹത്വം, അല്ലെങ്കിൽ ഖുർആൻ എഴുതിയിട്ടുള്ള ഏടുകൾക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്ക്, ഇതിനെല്ലാം ഒരു പ്രത്യേകം ഗൗരവവും പരിഗണനയും നമ്മൾ നൽകേണ്ടതുണ്ട്. അതിനൊന്നും അവമതിക്കുന്ന ഒരു വില കാണാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഈ ബാബിന്റെ ഷർഹിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്ന വാക്ക് കാണാം. ബാബു മൻ ഹസല ബിശൈഇൻ ഫീഹി ദിക്റുല്ലാഹ് ഔൽ ഖുർആൻ ഔൽ റസൂൽ ഐ ഫഇന്ന ഹാദാ മുനാഫിൻ ലിൽ ഈമാൻ ബിൽ കുല്ലിയ. ആരെങ്കിലും ഈ നിലക്ക് അള്ളാഹുവിനെയോ ഖുർആനിനെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ കളിയാക്കുക എന്നുള്ളത് അവന്റെ ഈമാനിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന, തകർത്ത് കളയുന്ന കാര്യമാണ്. വമുഖ്രിജും മിനദ്ദീൻ, ദീനിൽ നിന്ന് അവനെ പുറത്താക്കുന്ന കാര്യമാണ്. ലിഅന്ന അസ്ലദ്ദീൻ, കാരണം ദീനിന്റെ അസ്ല് എന്ന് പറഞ്ഞാൽ അൽ ഈമാനു ബില്ലാഹി വ കുതുബിഹി വ റസൂലിഹി, അള്ളാഹുവിലും അവന്റെ കിതാബുകളിലും അവന്റെ റസൂലുകളിലും വിശ്വാസമാണ്. വമിനൽ ഈമാനി തഅളീമു ദാലിക്, ഈമാനിൽപ്പെട്ടതാണ് ഈ കാര്യങ്ങളെ തഅളീം ചെയ്യുക, മഹത്വപ്പെടുത്തുക എന്നുള്ളത്. വമിനൽ മഅലൂം, അറിയപ്പെട്ട കാര്യമാണ്, അന്നൽ ഇസ്തിഹ്സാഅ വൽ ഹസ്ല ബിശൈഇൻ, കളിയാക്കലും അതുപോലെ തന്നെ വില കുറച്ച് കാണലും ഒരു കാര്യത്തെ, മിൻഹാദിഹി, ഈ പറഞ്ഞ അള്ളാഹുവിനെയോ ഖുർആനിലെയോ ഹദീസിനെയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ, അശദ്ദു മിനൽ കുഫ്രിൽ മുജറദ്, ഒരാൾ കാഫിറാകുന്നതിനേക്കാൾ വലിയ കുറ്റാണ്. ഒരാൾ അള്ളാഹുവിന്റെ റസൂലിലൊന്നും വിശ്വസിക്കാതിരിക്കുന്നതിനേക്കാൾ കടുപ്പുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലും വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കളിയാക്കുക എന്നുള്ളത്. പറയാണ് ലിഅന്ന ഹാദാ കുഫ്റുൻ വസിയാദതു ഇഹ്തിഖാരിൻ വഇസ്തിറാഇൻ, കാരണം ഇത് കുഫർ മാത്രമല്ല, അതായത് അള്ളാഹുവിന്റെ റസൂലിനെ കളിയാക്കൽ കുഫർ മാത്രമല്ല, ആ അള്ളാഹുവിനെയും റസൂലിനെയും ഖുർആനെയും എല്ലാം പുച്ഛിക്കലും അവഹേളിക്കലും കൂടിയുള്ളതാണ്. ഒരാൾ വിശ്വസിച്ചില്ല, അയാൾ ചിലപ്പോ ഖുർആനെയോ അല്ലെങ്കിൽ വേറെന്തിനെ നിഷേധിക്കാനോ കളിയാക്കാനോ ചിലപ്പോൾ നിന്നോളുന്നില്ല. എല്ലാവരും, ചില ആളുകൾ ഉണ്ടാകാം, പക്ഷെ എല്ലാവരും ചെയ്തോളുന്നില്ല. പക്ഷെ ഈ കാര്യം കളിയാക്കുക എന്ന് പറഞ്ഞാൽ അത് കുഫറായി, അസ്ലിയായിട്ട് കുഫറായി. അതിന്റെ മേലെ ഈ അവഹേളനവും ഈ പുച്ഛിക്കലും കൂടി അതിന്റെ മേലെ വന്നിട്ടുണ്ട്. അപ്പൊ മുജറദായ ഒരു കുഫറിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണിത്. എന്നിട്ട് പറയാണ് ഫൈനൽ കുഫാർ നൗആൻ, കുഫാറുകൾ രണ്ട് രീതിയിൽ ഉണ്ടാകും.
മുഅരിദൂൻ വ മുആരിദൂൻ. മുഅരിദീങ്ങളും ഉണ്ടാകും, മുആരിദീങ്ങളും ഉണ്ടാവും. മുഅരിദൂൻ എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു പോകുന്നവർ, അവർ ദീന് കേൾക്കാൻ നിൽക്കൂല, വിശ്വസിക്കൊന്നുമില്ല, അവരെ കാര്യം നോക്കി അവർ പോയിക്കോളും. മുആരിദൂൻ എന്ന് പറഞ്ഞാൽ ദീനിനോട് എതിർത്ത് നിൽക്കും, അവർ വിശ്വസിക്കാതെ പോയില്ല എന്ന് വെച്ചാൽ ദീനിനോട് എതിർത്ത് നിന്നുകൊണ്ട് ആ ദീനിനെതിരെ നിൽക്കുന്ന ആളുകൾ. ഇപ്പൊ നമ്മൾ ധാരാളം മുൽഹിദീങ്ങളെ മുആരിദീങ്ങളായ കുഫാറുകളായി കാണാൻ സാധിക്കും. അല്ലാത്ത ചില മതവിശ്വാസികളൊക്കെ മുഅരിദീങ്ങളായിരിക്കും, അവർ ദീന് ഇസ്ലാം കേൾക്കാനോ പഠിക്കാനോ ഒന്നിനും നിൽക്കില്ല, അവർ തിരിഞ്ഞു പോകും. എന്നാൽ മുആരിദീങ്ങളായിട്ട് കുറെ മുൽഹിദീങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും, നിരീശ്വരവാദികളെ പോലെ അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ, അങ്ങനെയുള്ള ചില ആളുകളെ ദീനിനെതിരായി നിന്നുകൊണ്ട് ദീനിനെ കളിയാക്കാനും പുച്ഛിക്കാനുമായിട്ടാണ് നിൽക്കുന്ന ആളുകൾ. ഈ രണ്ട് രീതിയിൽ കുഫാറുകൾ ഉണ്ടാകും. ഫൽ മുആരിദ് അൽ മുഹാരിബു ലില്ലാഹി വറസൂലിഹി, എതിർത്ത് നിൽക്കുന്ന മുആരിദ് അവൻ അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യുന്ന എതിർത്ത് നിൽക്കുന്ന ആളുകളെ പോലെയാണ്. അൽ ഖാദിഹു ബില്ലാഹി വബിദീനിഹി വറസൂലിഹി, അവൻ അല്ലാഹുവിനെയും അവന്റെ ദീനിനെയും റസൂലിനെയും ആക്ഷേപിക്കുന്നതാണ്. അഗ്ലദ കുഫ്റൻ വഅഅ്ബം ഫസാദൻ, അവൻ ഏറ്റവും മോശപ്പെട്ട കുഫറും ഏറ്റവും വലിയ ഫസാദും ഉണ്ടാക്കുന്നവനാണ്. അലി റഹ്മഹുല്ലാഹ് പറഞ്ഞത് കുഫാറുകൾ രണ്ടിനമായിരിക്കും, ഒന്ന് മുഅരിദൂൻ, രണ്ട് മുആരിദൂൻ. മുഅരിദൂൻ എന്ന് പറഞ്ഞാൽ ദീന് കേൾക്കാനും അംഗീകരിക്കാതെയും അവരവരുടെ കാര്യം നോക്കി കുഫറിലായിക്കൊണ്ടിരിക്കുന്നവർ. മുആരിദൂൻ എന്ന് പറഞ്ഞാൽ ദീനിനോട് എതിരായി നിൽക്കുന്ന ആളുകൾ, അവരെ പറ്റി പറഞ്ഞു ഫൽ മുആരിദു അൽ മുഹാരിബു ലില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും റസൂലിനോടും എതിരായി നിന്ന് യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ് മുആരിദീങ്ങൾ. അൽ ഖാദിഹു ബില്ലാഹി വബിദീനിഹി വറസൂലിഹി, അങ്ങനെ അള്ളാഹുവിനെയും അവന്റെ ദീനെയും അവന്റെ റസൂലിനെയും ആക്ഷേപിക്കുന്ന ആളുകൾ അഗ്ലബു കുഫ്റൻ, ഏറ്റവും മോശപ്പെട്ട കുഫറിന്റെ ആളുകളാണ്. വഅഅ്മു ഫസാദൻ, അവരാണ് ഏറ്റവും വലിയ ഫസാദിന്റെ ആളുകളും. വൽഹാസിലു ബിശൈഇൻ മിൻ ഹാദൻ നൗ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെയോ ഖുർആനിനെയോ റസൂലിനെയോ അവന്റെ ദീനിനെയോ എല്ലാം കളിയാക്കുന്നവൻ ഈ ഇനത്തിലാണ് പെടുക, മുആരിദീങ്ങളുടെ ഇനത്തിലാണ് പെടുക. അപ്പൊ മുഅരിദിനേക്കാൾ ഗൗരവമാണെന്ത് മുആരിദിന്റെ കുഫ്ർ എന്നുള്ളത്. അപ്പൊ കളിയാക്കുന്നവൻ ആ ഇനത്തിലാണ് പെടുക എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് അടുത്ത ദർസിൽ നോക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.